ഹലോ ഗൈസ്, അപ്പം ജ്യൂസ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഗെയിമിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കളിച്ചതിൽ രണ്ട് അല്ലേ കളിച്ചത്. നമ്മൾ ഇമ്പോസിബിളും കളിച്ചില്ല, മെഗാ കളിച്ചില്ല, സിംഗിളും കളിച്ചിട്ടില്ല. മൾട്ടിപ്ലെയർ കമ്മിങ് സൂൺ ആണ്. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് സിംഗിൾ പ്ലെയറും, ഒരു റൗണ്ട് ഇമ്പോസിബിൾ റാംസും, ഒരു റൗണ്ട് മെഗാ റാംസും ഇത് നമ്മൾ കളിച്ചണം അന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സിംഗിൾ എടുക്കാം. സിംഗിൾ എടുത്തിട്ട് ജംഗിൾ ഉണ്ട്, സിറ്റി ഉണ്ട്, നൈറ്റ് എടുക്കാം. നമ്മൾ നൈറ്റാണ് എടുക്കുന്നത്. അപ്പോൾ നൈറ്റ് ആകുമ്പോൾ ഒരു ഇത് കിട്ടും. ടിപ്സ്. അപ്പോൾ നമുക്ക് നെറ്റ് ഓഫാക്കാം. ചെക്ക് പോയിന്റ് ആണ് ഇതിൽ, ചെക്ക് പോയിന്റ് ആണ് മെയിൻ. എൻ്റെ മാതം ഇതിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തോൽക്കാൻ പോയി ഒരു ജാതി. ഇത് മറ്റേ എൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ തോറ്റേ. ചെക്ക് പോയിന്റ് കിട്ടും തോറും കാശ് കൂടും. 7000 ആയി കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ ഒരു വിചാരം. അയ്യോ, ഇതാണ് സിംഗിൾ പ്ലെയർ. ഇതിനെക്കാട്ടി നല്ലത് മറ്റേ ഡെത്ത് വെല്ലായിരുന്നു. സിംഗിൾ പ്ലെയർ ദ വേഗം ജയിച്ചിരിക്കുന്നേ. ഡുമോ, ഞാനും വിചാരിച്ചത് എന്തുണ്ടായിരുന്നു. അയ്യോ, നെക്സ്റ്റ് ലെവൽ. ഇപ്പോൾ നമ്മൾ 1175 ടോട്ടലി കിട്ടിയിട്ടുള്ളത്. ഇത് എന്ത് സാധനവും ഒന്ന് പോടേ. വണ്ടിയുടെ മുന്നേ വന്നതിന് പിന്നെ അച്ചാച്ച വന്നിട്ട് പോയി. പ്ലെയിനേ നമ്മൾ ഇവിടെ എത്തണവരെ കാത്തു കയറുന്നു. അടുത്ത വീണ്ടും പോയി. ഞാൻ അവിടുന്ന് തിരിക്കാനുള്ളൊരു ഏർപ്പാടായിരിക്കട്ടെ ഇനി. അയ്യോ, ചെക്ക് പോയിന്റ് മെയിൻ ബിഗിലേ. അതുപോലെ തന്നെ ചെക്ക് പോയിന്റ് മെയിൻ അത് ചെയ്തെങ്കിലും ഒരു പേര്. ഞാൻ ചില നേരത്ത് മറ്റേ 2 ഞാൻ ടിക്ടോക്ക് വരണില്ലേ, അതിലെൻ്റെ കമൻറ്റ് ബോക്സ് വർക്ക് ചെയ്യുന്നില്ല. ഇതിലെൻ്റെ കമൻറ്റ് ബോക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എത്രാമത്തെ ലെവലാ? ലെവൽ 3. $2000 എന്ത് ഗണതാപ്പ് കാണിക്കാനാണ്. കുറേ കാശ് കിട്ടുകയാണെങ്കിൽ എനിക്കൊരു അടിപൊളി വണ്ടി വാങ്ങാലോ, അതാണ് എൻ്റെ വിചാരം. അതാണ് എൻ്റെ ഒരു ഇത്. ഈ കാറിനെ കൊണ്ടൊരു ഉപകാരവും ഇല്ല. ഇതാണ് പ്രശ്നം. ഇത് ഇടക്കിടക്ക് ഒന്ന് മറച്ചാൽ മതി പോണ വഴിക്ക്, അപ്പം കൺട്രോൾ എത്തും. എന്താ വണ്ടിക്ക് എത്തി? പെട്രോൾ എത്തിയ.
കഴിഞ്ഞ പ്രാവശ്യം ഒരു നമ്മ കളിച്ചത് ഇമ്പോസിബിളും പിന്നെ അത് 5-6 ലെവലല്ലേ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചത്. അപ്പോൾ ഇതൊന്ന് 3ാമത്തെ ലെവലായിരിക്കുന്നു. ഞാൻ ബൂസ്റ്റർ ഇട്ട് കളിച്ചേ ഡുമ്മ ഇതിൽ റേസിങ് പറ്റാവോ അത് നോക്കാം. ഇമ്പോസിബിൾ ആൻഡ് മെഗ ഇപ്പോൾ കളിക്കണേ, മെഗ അല്ലേ ഇപ്പോൾ കളിക്കണേ, മെഗ അല്ല സിംഗിൾ പ്ലെയറാണ് ഇപ്പോൾ കളിക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഒരു ജാതിയായിട്ടാണ് പോണതെന്ന്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് ആ തല എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയിട്ട് ആക്സിലേറ്റർ പെട്ടെന്ന് ബൂസ്റ്ററായി. ഞാൻ നോക്കിയപ്പോൾ അതാണ് പെട്ടെന്ന് ബൂസ്റ്ററായി പോയി. സ്റ്റിയറിങ് കൊണ്ടൊന്നും ഇത് ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഗെയിം കളിക്കുമ്പോൾ ഈ സാധനമാണ് ഏറ്റവും ബെസ്റ്റ്, സ്റ്റിയറിങ് അല്ല. തിരിക്കും ഒരു അടിപൊളിയിരുത്. ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് തന്നെ ഇതാണ് ഇതിൽ ഏറ്റവും മെയിൻ. ഈ സാധനം മെയിനാന്ന് തോന്നുന്നുട്ടാ. മറ്റേ ഒരു 6 ലെവൽ കളിച്ചിട്ട് നമുക്ക് സിംഗിൾ പ്ലെയർ നിർത്താണ്ട. ഇത് കഴിഞ്ഞിട്ട് ഒരു ലെവൽ ഇമ്പോസിബിളും കളിക്കുക, ഒറ്റ ലെവൽ അല്ലെങ്കിൽ 2ാമത്തെ ലെവലും. ഇമ്പോസിബിൾ എന്ന് പറയുമ്പോൾ കുറേ നേരം പിടിക്കും, അതാണ് ഒരു ഇതാണ്. ഞാനിതുവരെ തോറ്റെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം തോറ്റിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. മറന്നു, ഞാനെല്ലാം മറന്നു. ഡ്രൈവർ കാണാനില്ലല്ലോ. ഇങ്ങനത്തെ കാർ സ്റ്റണ്ട് ഗെയിം അല്ലെങ്കിൽ വേറെ ഗെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാണ്ട. കമൻറ്റ് ചെയ്തറിയിക്കുക. ചിലപ്പോൾ കമൻറ്റ് ബോക്സ് ഓണാവും, ഇല്ലെങ്കിൽ എൻ്റെ പണി പോവും. പണിയെന്നല്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ തോറ്റ കാര്യം വെറുതെ അല്ല. ഭാഗ്യം, തോറ്റ കാര്യം പറഞ്ഞപ്പോഴേ തോൽക്കാൻ പോയതാ. ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. അയ്യോ അതിങ്ങനെ കുറച്ച് മേലേക്ക് പോയിട്ട് നേരെ പോയിട്ട് ഇങ്ങനെ പോവാം. എന്നിട്ട് നമുക്ക് ആ കോയിനെങ്കിലും ഒന്ന് എടുത്ത് പോകണം. ഇപ്രാവശ്യമെങ്കിലും ഞാൻ ആ കോയിൻ എടുക്കും. ഞാനാ പറയുന്നത്, ഒറ്റ കോയിനെങ്കിലും എടുത്തില്ലെങ്കിൽ എൻ്റെ പേരിന് നല്ല. എടുത്തല്ല, വേറെന്തെങ്കിലും എടുത്തായില്ലേ. ഇതെന്താ കുറേ നേരെ ബൂസ്റ്റർമ തട്ടണായി തിരിച്ചുമ്മ. അഞ്ചാമത്തെ ലെവലല്ല, 6ാമത്തെ ലെവലും കൂടി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഫുട്ബോൾ ഒരു കിക്കടിച്ചിട്ട് എൻ്റെ കാര്യമുള്ളൂ. ഗോളായി ഞാനൊരു പണിയട്ടെ.
ഒരു ബോൾ എടുത്തൊരു ഗോൾ അടിച്ചില്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ഉറക്കം വരില്ലല്ലോ വരില്ലല്ലോ. ഞാൻ അടിച്ച് എടുത്തല്ലോ. എല്ലാം ബോൾ ഞാൻ അപ്പുറത്ത് കട്ടിട്ടിട്ടേ പോവും. ഞാനാണ് പറയുന്നത്. ഇതെന്തായാലും ബൂസ്റ്റ് കിട്ടി. ഇങ്ങനെ അതിലെ പോണല്ലേ. എത്രാമത്തെ ലെവലായിരുന്നു? 5. 6ാമത്തെ ലെവൽ. ആദ്യം തോൽക്കാത്തോണ്ട് വേഗം 6ാമത്തെ ലെവലായി. കഴിഞ്ഞ പ്രാവശ്യം 6ാമത്തെ ലെവലാവാൻ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് അപ്പം തന്നെ കളഞ്ഞ്, എന്നിട്ട് ഇന്നെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എടുത്താണ്. രണ്ടെണ്ണം എടുത്ത് എന്ത് കാര്യം. ഇപ്പം നമ്മുടെ they have Allah തോറ്റില്ലാന്ന് പറഞ്ഞോളൂ. അപ്പോഴേക്കും കാർ ക്രാഷ് അടി ഇതെടുത്തി. ഓ ഭാഗ്യം. ഇവിടേക്ക് തന്നെ എത്തിയത്. പതുക്കെ പോവിടെ. കോണെടുത്തില്ലെങ്കിൽ എനിക്കൊരു അല്ല ഇത് വീണ്ടും കാർ ക്രാഷ് എടുത്ത്. ലെറ്റ്സ് ടേക്ക് എന്താ അപ്പോൾ അതൊക്കെ പോകണ്ടില്ല. സൈഡിൽ ആരാണ് ആ ബോൾ കൊണ്ടെന്ന് വെച്ചേ, അതാണ് പ്രശ്നമായത്. ഇല്ല ആ ഭാഗ്യത്തിന് ബോളില്ല. തോൽക്കാത്ത കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു തോറ്റൊന്നും ബോളും ഞാനെന്ന്. ഞാനേ ഇതെവിടെ വണ്ടി നമുക്ക് മാറ്റാണ്ട. നമുക്ക് അടുത്തെടുക്കാം. റീസ്റ്റാർട്ട്. അല്ല റീസ്റ്റാർട്ട്. 6ാമത്തെ ലെവൽ റീസ്റ്റാർട്ട് അമർത്തി. മെനു എടുക്കാം. മെനു നമുക്ക് അടുത്തത് ഇൻഡു. നമുക്ക് കാർ മാറ്റാം. ഇത് നോക്കി വെക്കാമല്ലോ. ബൈഡ് മാച്ചുകൂടി ചെയ്യണം. നമുക്കൊരു ലെവലും കൂടി കളിച്ചിട്ട് നമുക്ക് അടുത്ത കാർ എടുക്കാം. സ്പീഡപ്പ് കാറുണ്ടാവും, നമുക്കതെടുക്കാം. ഇമ്പോസിബിൾ എടുക്കാം. അപ്പോൾ നമുക്ക് നൈറ്റൊന്നും വേണ്ട. നൈറ്റ് ആകുമ്പോൾ ഒരു ജാതിയാണ്. ആ 3, 2, 1 go. Allah, ഇനി ചെക്ക് പോയിന്റ് കിട്ടാൻ പാടായിരിക്കും. ഇമ്പോസിബിൾ അല്ലേ? മറന്നു ഞാൻ. ഇമ്പോസിബിൾ 1ാമത്തെ ലെവലെങ്കിലും ഇങ്ങനെ ഉണ്ട്. അയ്യോ പെട്ട്. ഞാൻ ആദ്യം മുതൽ കളിച്ചിട്ടേ കാര്യമുള്ളൂ. ആ ചെക്ക് പോയിന്റ് എടുക്കാണ്ടായപ്പോഴേ ഞാൻ വിചാരിച്ചാണ് തോറ്റ് തുന്നം പറഞ്ഞു.
കിട്ടി കിട്ടി കിട്ടി. ചെക്ക് പോയിന്റ്. യാ എന്നെ തോൽക്കാം. അയ്യോ അയ്യോ. അപ്പൊ നമുക്ക് ഈ ഭാഗം ജയിച്ചിട്ട് കാണാം. ജയിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ വട്ടം തോറ്റു. അതാണ് നമ്മൾ ഇതാക്കിയത്, കട്ട് ചെയ്തത്. വേറെ ഒന്നല്ല. തോൽക്കുന്നു എനിക്കറിയാം. ഇമ്പോസിബിൾ കളിക്കുമ്പോൾ എനിക്ക് അപ്പോഴേ അറിയാം തോൽക്കുന്നു. എത്ര ഉണ്ട് കാശ് ഇപ്പോൾ? 900 ഉണ്ട്. അപ്പോൾ നമുക്ക് കാറ് മാറ്റാണ്ട ഇതെടുക്കാം. 900. നമ്മൾ ഇമ്പോസിബിൾ അല്ലേ കളിച്ചിരുന്നേ. ഇനി മെഗാ കളിക്കാം. മെഗാ നമ്മൾക്ക് ഇതെടുത്താം. ഇമ്പോസിബിൾ അതന്നെയായിരുന്നു കളിച്ചത്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് നിങ്ങൾ കണ്ടോട്ടാ. അടിപൊളി വണ്ടിയാണിത്. ബൂസ്റ്ററേ ഇടണ്ട ഇനി. നമ്മൾ അറിയാണ്ട് ബൂസ്റ്റർ മാറ്റി. ഇതിൻ്റെ പറക്കലുണ്ടാവും. മറ്റേ സാധാരണ വണ്ടിക്കും പോലും ഉണ്ടാവില്ലേ ഈ പറക്കല്. ചാടണമെങ്കിൽ ബൂസ്റ്റർ. ആ ചാടണമെങ്കിൽ ബൂസ്റ്റർ ഇല്ലാണ്ട് പറ്റൂലേ. പേടിച്ചാണല്ല. ഇതാണ് മറ്റേ മൾട്ടിപ്ലെയർ അല്ല. ഓ അവിടെ ഇതാണ്ടായ നന്നായി. വണ്ടിയുടെ സ്പീഡിന് ബെസ്റ്റ് നമ്മുടെ ലംബോർഗിനിനെ തോൽപ്പിക്കുന്നതാണ് എനിക്ക് എന്തിട്ടാ. നെക്സ്റ്റ് ആക്സിലേറ്ററൊക്കെ ഇട്ട് വെച്ചോട്ടാ. ഓക്കെ ഫസ്റ്റ് റീസ്റ്റാർട്ടൊക്കെ എടുത്ത് ബ്രേക്ക് അടിച്ചിട്ട് ബാക്കിക്ക് വരെ ബൂസ്റ്റർ ഇട്ടിട്ട് നല്ല രസമുണ്ട്. ആ ചെക്ക് പോയിന്റ് എന്തായാലും ഇടണം. എടുത്തില്ലെങ്കിൽ ആദ്യം മുതൽ കളിക്കേണ്ടി വരും. ചെക്ക് പോയിന്റ് എടുത്തില്ലെങ്കിൽ നമ്മൾ വീഴുന്നു. ഞാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും വെള്ളത്തിൽ പോകുന്നത് കാണാമായിരുന്നു. വെള്ളത്തിൽ ഇത് പോയിക്കാൻ എങ്ങനെ ഉണ്ടാവാ ഈ വണ്ടി കാണാൻ പറ്റൂല. തോറ്റ് തുന്നം പാടും. പതുക്കൊടുന്നു പോകും. എന്താ ഞാൻ തോൽക്കും ഉറപ്പാണ്. മലക്കോ ഇതൊന്ന് ബൈക്ക് കാർ ക്രഷഡ്. ടേക്ക് ലാൻസ് വൺ മോർ ചാൻസ്. നോക്കേ ഈ കാർ എടുത്ത അബദ്ധം എനിക്ക് തോന്നണേ. വണ്ടി എടുത്തപ്പോഴേ ഉള്ള പായലി ഞങ്ങളുടെ പടച്ചേൻ്റെ ഞാൻ തോൽക്കോ എന്നുള്ള വിചാരം ഉണ്ടേ ഇല്ലല്ലോ ഉണ്ട് തടടേ നമ്മൾ തോൽക്കൂല. നമ്മൾ ജയിച്ചേ. മൂന്നാമത്തെ ലെവലാണ് നമ്മൾ കളിക്കുന്നത്. മെഗാ എന്ന് പറഞ്ഞാൽ മെഗാ ഇമ്പോസിബിൾ അത്ര കളിക്കാൻ ഒരു ധൈര്യമില്ല. തോറ്റ് തുഞ്ഞാൻ പാടും. വീട് 1 മണിക്കൂറുണ്ടാവും. അപ്പോൾ അത് കളിക്കുകയാണെങ്കിൽ അത് പറഞ്ഞമാണ് നമ്മൾ. അയ്യോ കോയിൻ എടുക്കണതാണല്ലോ. അപ്പോൾ അതൊക്കെ പോവാം. ഭാഗ്യം. വണ്ടി ലാൻഡ് ചെയ്ത് വിടുന്നു. എന്നെ കയറ്റി കൊണ്ടുപോവാണെങ്കിൽ എനിക്ക് ഭയങ്കര എനിക്ക് അപ്പളേ തോന്നി.
അവിടം വരണ്ട ഭാഗ്യം വീണത്. ഒന്നും കൂടി ചെക്ക് പോയിന്റുള്ള എൻ്റെ ഭാഗ്യം. പിന്നെ നേരെ പോകുമ്പോൾ ആ സാധനം എടുത്തിട്ട് പോവാം. ഇങ്ങനെയാണോ അവിടെ നിന്ന് ചെക്ക് പോയിന്റ്? ഞാൻ കഴിഞ്ഞ് ആ സാധനത്തിന് മുകളിൽ കയറി പോവാം. സൈഡിൽ കൂടെ ഉള്ള സാധനത്തിന് എത്തുമ്പോൾ കയറിപ്പോയിട്ട് എന്നെ കാര്യം ഭാഗ്യം. എന്നടാ കളി ബുദ്ധി പ്രയോഗിച്ച് കളിക്കേണ്ട ഗെയിമാണ് ബുദ്ധി. ഇടുക്കത്തെ വണ്ടി. എൻ്റെ അനിയത്തി കുട്ടി നേരത്തെ മഞ്ഞക്കാറില്ലേ, അപ്പോൾ എന്നെ കട്ടയ സമയത്ത് വന്നു. അപ്പോൾ ഞാൻ തോറ്റി. അപ്പോൾ പറയുന്നത് ഇങ്ങനെ ആ കാറിനെ പറ്റി പറഞ്ഞ് ഇങ്ങനെ അയ്യേ പേട്ടക്കാറെന്ന് പറഞ്ഞ് ഇതെന്തത് ഇടിച്ചപ്പോൾ പെർഫെക്റ്റ് എന്നാ വന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ണിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ചിലപ്പോട്ടാ. ഉള്ളത് ഇങ്ങനെ അല്ല പെട്ടെന്ന് വർത്താനം പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടായി. കുക്കു കുക്കു പതുക്കെ പോണം പതുക്കെ അല്ലെങ്കിൽ ചവല്ലോ. അയ്യോ വണ്ടി മറിഞ്ഞാനെ. എന്ത് തോൽക്കാൻ പോയ വണ്ടി വേഗം വന്ന് തിരിച്ചെടുത്താ പെണ്ണ്. നെക്സ്റ്റ് നെക്സ്റ്റ് മ്യൂസിക്. ഒരു പാട്ടൊക്കെ വേണമായിരുന്നു. ഇതിലെ പാട്ടൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. അയ്യോ അയ്യോ ചെക്ക് പോയിന്റ് ഇട്ടാണെങ്കിൽ അടിപൊളിയായനെ. നമുക്ക് നേരെ അടിപോ. അവിടെ ചെക്ക് പോയിന്റ് ഉണ്ടായിരുന്നല്ല. ഓ അങ്ങോട്ട് നേരെ ചാടാൻ പറ്റെങ്കിൽ രണ്ടോര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 ോ നമ്മളെ തോൽക്കല്ലോ ഞാനൊന്ന് തോൽക്കല്ലോ ഞാൻ. എന്ത് പെട്ടക്കില്ലാന്നറിയാമ നമ്മൾ. അയ്യോ ഒരു ചെക്ക് പോയിന്റ് ഇട്ടാ സാറേ മിഠായിനെ അതിന് പകരവും. നേരത്തെ കാറെടുക്കാൻ 900 കഷ്ടപ്പെട്ട് എത്തിച്ചതാണ്. ഇപ്പോഴേ 4000 ടോട്ടലി കണ്ടാവും. അല്ലമ്പ് ഇനി കയറാൻ പറ്റില്ല. ഒടുക്കത്തെ വണ്ടി ബ്രേക്കില്ലാത്ത വേട്ടവണ്ടി. ഭാഗ്യം. എനിക്ക് ഈ ഭാഗത്തൊക്കെ ഒരു പേടിയാണ്. സൈഡിൽ കാണുമ്പോൾ ഇങ്ങനെ തോൽക്കുന്നു. കിടണം വണ്ടിക്ക് എന്താ നീങ്ങാത്ത? എന്തോ ഒരു ഊതജാലം വണ്ടി ഇടിക്കണവിടെ. ഇവിടെ ഊണ്ടല്ല. അവിടെ എന്താണ് പ്രശ്നം? പഴം പറിക്കാൻ പോണാണ്. അയ്യോ ടാറ്റാ. വീണ്ടും ഒന്ന് പോയിട്ട് അതിലേ തിരിഞ്ഞിട്ട് വരാലോ. എല്ലാവരോട് നിർത്തുവല്ലാം. മെഗ എന്ന് പറയുമ്പോൾ ഇത്രക്കാന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല.
ഹോലിയ ഹോലിയ അല്ലാ തോറ്റടി. ഞാൻ ആദ്യം മുതൽ കളിക്കേണ്ടി വരും. അന്ന് ഈ വീഡിയോ ഇത്രയുള്ളപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ പറയുന്നില്ല. ഒന്നും കൂടിയും കളിച്ചിട്ടേ അടങ്ങുള്ളേ. ഇതെന്നാ തോറ്റെന്നെ ഞാൻ എന്തായാലും വീഡിയോ നിർത്തും. വീഡിയോ നിർത്തി ഞാൻ രാജിക്കും. എന്താ പറയണേ എന്ത് ബത്താന ബത്താന പറയാന്ന് ബത്താന പറയാന്ന് ബത്താന ബത്താന ബത്താനേ റെഡി ചെയ്തല്ല. ഞാനേ അവിടുന്ന് വരുമ്പോ ഒരു കാര്യം കണ്ടേ. ഞാൻ ഒന്നും കൂടി പോയിട്ട് ഇന്ന് ചാടിച്ചിട്ടേ നോക്കേ ഒന്ന് ചാടിച്ചു നോക്കാം. ഞാനേ എത്രക്കുള്ളതാണെന്നറിയോ? ഒന്ന് ചാടിക്കും ഞാൻ. വെറുതെ അടിച്ച് ചാടിച്ചത് ഒറ്റ വീഴ്ച. എന്താ പടച്ചി തോറ്റ് കഴിഞ്ഞാൽ നിർത്തും. പടച്ചു ഒന്നും നോക്കൂല. പടച്ചാനേ ഊത്തടാക്കും. ശരി എന്നാ ചാടിക്കേണ്ടി വന്നില്ലേ? അല്ലാ ചാടിക്കേണ്ട വന്നില്ല സാറേ. ചെക്ക് പോയിന്റ് നന്നായ ചെക്ക് പോയിന്റ് എടുത്ത്. ചാടിക്കേണ്ട വന്നില്ല. വേഗത്തി തോറ്റെന്ന് വെച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ തോറ്റ സ്ഥലമാണ് ഇവിടെ. ആ ഭാഗത്ത് വെച്ചാണ് നമ്മ തോറ്റത്. എന്താ ഞാൻ തോൽക്കാൻ സമ്മതിക്കൂല. അടിക്കൂടെ എടുക്കുക അല്ലെങ്കിൽ ഇടിച്ച് പൂത്തടക്കും. സൈഡിൽ കൂടെ തന്നെ പോയിട്ട് കാര്യമുള്ള എനിക്ക് ഇതിൽ പോണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.